നമ്മൾക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് ഗോതമ്പും പൊടിയും അമൃതം പൊടിയും കൂടി കലക്കി ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അമൃതം പൊടി പിള്ളേരിപ്പോൾ കഴിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ 1-2 പീസൊക്കെ കഴിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദേ ദോശയെല്ലാം ചുട്ടെടുത്തു കുഞ്ഞുമാക്കും പീലിമോൾക്കും കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ദേ മോനും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ അടുക്കള തോട്ടത്തിലും പറമ്പിലൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാണ് കേട്ടോ ഞാൻ ഉച്ചയുണ്ട് കറികൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ദേ കുറച്ച് ഉള്ളി നട്ടിട്ടുണ്ടായിരുന്നു, ചുവന്നുള്ളി. അപ്പോൾ അതിൻ്റെ നാമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പ്രിങ് ഒണിയനൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞാൽ അത് സവാളയുടെ ഉണ്ടോ, ഇത് ഉള്ളിയുടെ ഉണ്ടോ, അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ കറിയുടെ മെയിൻ ഐറ്റം എന്താണെന്ന് വെച്ചാൽ കൂണാണ് കേട്ടോ. പിന്നെ ദേ അതിന് വേണ്ട സവാളയും പച്ചമുളകും തക്കാളിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിയുടെ ആ ഒരു ഇതും ഉള്ളിപ്പൂവ അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ ഉള്ളിപ്പൂവും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഈ സവാളയൊക്കെ വഴണ്ട് വന്നപ്പോഴേക്കും കേട്ടോ ഞാൻ ഈ ഉള്ളിയുടെ ആ ഒരു സംഭവം ഇട്ട് കൊടുത്തത്. പിന്നെ അത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂണില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണെ. അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും ആവിയും കൊണ്ട് കൂണ് വെന്ത് വരും. അങ്ങനെ ഇത് കൂണും കൂടി ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുവാണ്, വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില വേണ്ടേ. അപ്പോൾ അതും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മല്ലിയില കേട്ടോ ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതും കുറച്ച് പറിച്ചെടുത്തുകൊണ്ട് വന്ന് കഴുകിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂൺ റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ. ഞാനിതിൽ മല്ലിപ്പൊടി ചേർക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂൺ റോസ്റ്റോ ആയതിനെ. മല്ലിപ്പൊടി ചേർക്കാൻ മറന്നുപോയി. കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മീതേക്ക് നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ദേ അടുത്തത് കൊഴുപ്പച്ചീരയാണ് കേട്ടോ. കൊഴുപ്പച്ചീര അരിഞ്ഞെടുത്തു. പിന്നെ അതിലേക്ക് കടുക് താളിച്ചിട്ട് ഒരു നുള്ള് ജീരകവും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് അത് പൊട്ടി വന്നപ്പോഴേക്കും നമ്മുടെ ഉള്ളിയുടെ പൂവില്ലേ അത് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. പിന്നെ ഇത് കൊഴുപ്പച്ചീരയും കൂടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയെല്ലാം സെറ്റായിട്ടുണ്ട്.